ഫസ്റ്റ് വൺ അവിടെ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് നമ്മൾ അന്ന് ക്ലാസ്സിൽ നിന്ന് പറഞ്ഞിരുന്നു അല്ലെ. ആദ്യം എന്താണ് 3 dots, പിന്നെ 5, 7 അങ്ങനെ കൂടി കൂടി വരുന്നത് അല്ലേ. Then third one 10, 5, 20, 10, 30, 50. അപ്പൊ 40, 20, then 50. അതെങ്ങനെയാണെന്ന് മനസ്സിലായോ? എങ്ങനെയാണ് ബെനീറ്റ അത് തേർഡ് വൺ? കേൾക്കുന്നില്ലല്ലോ മോളെ. Then അലൻ, അൺമ്യൂട്ട് ചെയ്തേ അലൻ. Miss, തേർഡ് വൺ എങ്ങനെയാണ് മോനെ അലൻ? കംപ്ലീറ്റ് ദ സീരീസ്. complete the series. 10, 5, 20, 10 അങ്ങനെ വരുന്ന ആ സീരീസ് അതെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? 40, 20, 50. ഓക്കെ, 40, 20, 50 ആണ് അതിന്റെ ആൻസർ. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ആദ്യം 10 ആണ് ഉള്ളത് അല്ലെ. ദെൻ അതിന്റെ പകുതി 5, പിന്നെ 20 അതിന്റെ ഹാഫ് 10, പിന്നെ 30 അതിന്റെ ഹാഫ് 15, പിന്നെ വരുന്നത് എത്രയാണ്? 40 വരും അല്ലെ. എന്താണ് ആരോൺ? അൺമ്യൂട്ട് ചെയ്തേ ആരോൺ. ഏതാ പേജ്? എന്താണ് മോളെ റിലു? മിസ്സേ ജികെ യാ ജികെ. പേജ് നമ്പർ പറയോ? 217. നമ്മൾ കഴിഞ്ഞ ദിവസം ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരാൻ പറഞ്ഞില്ലേ, കംപ്ലീറ്റ് ദ സീരീസ്. യെസ്. ആ സീരീസ് കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. ദെൻ തേർഡ് ആണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു അല്ലേ. ദെൻ തേർഡ് വൺ 10, 5, 20, 10, 30, 50 അങ്ങനെയാണ് ആ സീരീസ് പോകുന്നത് അല്ലേ. ദെൻ ഓരോന്നിന്റെയും ഹാഫ് ആണ് വരുന്നത്. ആദ്യം 10 എഴുതി, ദെൻ അതിന്റെ പകുതിയാണ് 5, പിന്നെ 20 ആണ് അതിന്റെ ഹാഫ് 10, പിന്നെ 30 വരും ഹാഫ് 15, then 40 half 20, then 50. then ആ സീരീസ് അങ്ങനെ കണ്ടിന്യൂസ് ആയി പോവുകയാണെങ്കിൽ 50 കഴിഞ്ഞാൽ എത്ര വരും? 25 വരും. 50ന്റെ പകുതി 25. ഓക്കെ, 10 ഹാഫ് 5 ആണ്, 20യുടേത് 10 ആണ്, 30, 50 ആണ്. ക്ലിയർ ആയോ? അത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായോ റിലു? നോ. ഓക്കെ, നോക്കൂ. ആദ്യം നമ്മള് സെക്കൻഡ് വൺ നമ്മൾ ചെയ്തു. എങ്ങനെയാണെന്ന് വെച്ചാല് ആദ്യം 3 ഡോട്ട് ഉണ്ട് അല്ലെ, അത് ചെയ്തിട്ടുണ്ടോ? സെക്കൻഡ് വൺ ആ ഡോട്ട്സിന്റെ ചെയ്തിട്ടുണ്ടോ? നോ. ഡോട്ട്സ് നോക്കുക. ആദ്യം 3 ഡോട്ട്സ് ആണ് അവിടെ ഉള്ളത് അല്ലേ. ദെൻ അതിന്റെ കൂടെ 2 കൂടി, അപ്പൊ 5 ഡോട്ട്സ് വന്നു. ദെൻ ആ 5ന്റെ കൂടെ വീണ്ടും 2 പ്ലസ് ചെയ്തു, അപ്പൊ 7 ഡോട്ട്സ് വന്നു. ഓക്കെ, 2 പ്ലസ് ചെയ്താണ് പോകുന്നത്. ആദ്യം 3 ഡോട്ട് ഉണ്ട്, അതിന്റെ കൂടെ +2 ഡോട്ട് ഇട്ടു, അപ്പൊ 5 ഡോട്ട് വന്നു. ദെൻ ആ 5 ഡോട്ട്സിന്റെ കൂടെ വീണ്ടും 2 പ്ലസ് ചെയ്തു, അപ്പൊ 7 ഡോട്ട്സ് വന്നു. ക്ലിയർ ആയോ? ദെൻ അവിടെ 7 ഡോട്ട്സ് ഉണ്ട്, അതിന്റെ കൂടെ നമ്മൾ 2 പ്ലസ് ചെയ്തിട്ട് നെക്സ്റ്റ് 9 ഡോട്ട്സ് ഇടണം. നെക്സ്റ്റ് കോളത്തിൽ നമ്മൾ 9 ഡോട്ട്സ് ചെയ്തു കൊടുക്കാം. 9 ഡോട്ട്സ് ഇങ്ങനെ ചെയ്തു കൊടുക്കാം. മനസ്സിലായോ? 2 പ്ലസ് ചെയ്യാണ് ചെയ്യുന്നത്. 3 ഡോട്ട്സ് ഉണ്ടായില്ലേ അവിടെ ആദ്യത്തെ കോളത്തില് 3 ഡോട്ട്സ് ഉണ്ട്. ദെൻ നമ്മൾ അതിന്റെ കൂടെ എത്ര ആഡ് ചെയ്തു? 2 ആഡ് ചെയ്തു, അപ്പൊ 5 ഡോട്ട്സ് നെക്സ്റ്റ് കോളത്തിൽ ഉണ്ട്. ദെൻ വീണ്ടും 2 ആഡ് ചെയ്തു, അപ്പൊ 7 ഡോട്ട്സ് വന്നു. ദെൻ എഗെയിൻ എന്ത് ചെയ്തു? 2 ആഡ് ചെയ്തു, അപ്പൊ 9 ഡോട്ട്സ് വരും. ക്ലിയർ ആയോ? എങ്ങനെയാണെന്ന് മനസ്സിലായോ? +2 2 ഇങ്ങനെ കൂടി വരികയാണ് ചെയ്യുന്നത്. 3 ഡോട്ട് ഉള്ളതിന്റെ കൂടെ 3 + 2 എത്രയാണ്? 5. ഓക്കെ റിലു, അപ്പൊ നമ്മൾ 5 ഡോട്ട്സ് അവിടെ ഇട്ടു. ദെൻ 5 + 2 7 ഡോട്ട്സ്. ദെൻ
7 plus 2, 9 dots. Then 9 plus 2, 11 dots. Okay, clear? 2 plus ചെയ്യുന്നത് ആണ് ആ സീരീസ്. Then next സീരീസ് അവിടെ 11 വന്നു. Then അവിടെ നെക്സ്റ്റ് ഒരു കോളം കൂടി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 11ന്റെ കൂടെ +2 ചെയ്യണം. അങ്ങനെയാണ് ആ സീരീസ് കണ്ടിന്യൂസ് ആയി പോകുന്നത്. അവിടെ 2 കോളമാണ് ഉള്ളത്. അതിൽ ഒന്നിൽ 9 ഡോട്ട്സ് ഇടുക, മറ്റതിൽ 11 ഡോട്ട്സും ചെയ്തു കൊടുക്കുക. ക്ലിയർ? 2 കൂടി കൂടി കൂടിയാണ് ആ സീരീസ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. 2 ഇൻക്രീസിംഗ്. Then നെക്സ്റ്റ് നോക്കുക. Then നെക്സ്റ്റ് ഉള്ള സീരീസ് നോക്കാം. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാല് നെക്സ്റ്റ് ഉള്ള സീരീസ് നോക്കാം. അവിടെ ആദ്യം കൊടുത്തിട്ടുള്ള 10 ആണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാല് 10 അവിടെ കൊടുത്തു. Then അതിന്റെ പകുതി അവിടെ എഴുതി. 10ന്റെ പകുതി എത്രയാണ്? ഹാഫ്. 5 അല്ലേ? 10 5. Then 20 എഴുതി. 20ന്റെ ഹാഫ് 10 അല്ലേ? അങ്ങനെയാണ് അത് വരുന്നത്. 10 ആദ്യം എഴുതി, അതിൽ നിന്ന് 5 മൈനസ് ചെയ്തപ്പോ 5 കിട്ടി. Then 10ന്റെ പകുതി എന്ന് നമുക്ക് പറയാം അല്ലേ? 10ന്റെ ഹാഫ് 5 ആണ്. Then 20 ആണുള്ളത്. 20യുടെ ഹാഫ് 10 ആണ്. Then 30 ആണുള്ളത്. 30ന്റെ ഹാഫ് 15 ആണ്. Then 40 എഴുതി. 40ന്റെ ഹാഫ് എത്രയാണ്? 20. Then നമ്മൾ അവിടെ 40 ആണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ലൈനിൽ നമ്മൾ 40 ആണ് എഴുതേണ്ടത്. 40 10 20 30 40 50 60 അങ്ങനെ എഴുതില്ലേ നമ്മള്? Then അതിൽ നിന്ന് ഓരോന്നും എഴുതി. Then അതിന്റെ പകുതിയാണ് നമ്മൾ നോക്കേണ്ടത്. 10 എഴുതി, അവിടെ 5 എഴുതി. 20 അതിന്റെ ഹാഫ് 10, 30 അതിന്റെ ഹാഫ് 15, then 40 അതിന്റെ ഹാഫ് 20, 50 25, 60 30. അത് അങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. ക്ലിയർ ആയോ? ഇങ്ങനെയാണെന്ന് മനസ്സിലായോ? അത് സിമ്പിൾ ആണ്. 10 20 30 40 50 60 അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. Then അതിന്റെ ഒക്കെ പകുതി, അതിന്റെ ഇടയിൽ നമ്മൾ 10ന്റെ പകുതി 5, 20ന്റെ പകുതി 10, 30ന്റെ 15 അങ്ങനെയാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അവിടെ എഴുതാം 10 5 20 10 30 15 40 20. Then അങ്ങനെയാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. എല്ലാവരും എഴുതുന്നുണ്ടോ? എഡ്വിൻ, വാട്ട്സ് യുവർ ടെക്സ്റ്റ് ബുക്ക്? എഡ്വിൻ, വാട്ട്സ് യുവർ ടെക്സ്റ്റ് ബുക്ക്? ഓക്കെ, ചെയ്യുന്നുണ്ടോ? ഒന്ന് കാണിച്ചേ, പേജ് കാണിച്ചേ എഡ്വിൻ. ഓക്കെ ഓക്കെ ഓക്കെ. Then എല്ലാവരും ചെയ്യണേ, ആരും ചെയ്യാതിരിക്കരുത്. അലൻ ചെയ്തോ മോനെ? യെസ് ഗൈസ്, നിഹാര, ആസിയ എല്ലാവരും. ഒന്നുമില്ല. 10 5 20 10 30 15 40 20 50 അങ്ങനെയാണ് അത് എന്താണ് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്. ക്ലിയർ? ക്ലിയർ ആയോ? ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് ഫോർത്ത് വൺ അല്ലേ? സിമ്പിൾ ആണ്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഇത്തിരി ഒരു ഇതുണ്ട്. അതായത് ആദ്യം അവിടെ ഒരു ആരോ ഉണ്ട് അല്ലേ? ഒരു അപ്വേർഡ് ആരോ ഉണ്ട്, മുകളിലേക്കുള്ള ഒരു ആരോ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർത്ത് വൺ നന്നായി ശ്രദ്ധിക്കണം. അപ്വേർഡ് ഇങ്ങനെയുള്ള ഒരു ആരോ ഉണ്ട് അവിടെ. എന്താണ് ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് ഇങ്ങനെയാണുള്ളത് മുകളിലേക്ക്, ദെൻ സൈഡിലേക്ക് അല്ലേ? സൈഡിലേക്ക്, ദെൻ ഡൗൺവേർഡ് താഴോട്ട്. ഇങ്ങനെ 3 ആരോസ് ആണ് അവിടെ ഉള്ളത്. അപ്വേർഡ്, ദെൻ സൈഡിലേക്ക് പോകുന്നുണ്ട്, ദെൻ ഡൗൺവേർഡ്. അങ്ങനെ 3 ആരോ അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നതാണ്. അപ്പോ ആദ്യം അപ്വേർഡ് ഉള്ള ആരോ അവിടെ 3 കോളം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 3 ആരോനെയും നമ്മൾ ചേഞ്ച് ചെയ്ത് എഴുതാണ് വേണ്ടത്. അപ്പൊ ആദ്യം ഇങ്ങനെ അപ്വേർഡ് ഉള്ള ഒരു ആരോ അവിടെ ഉണ്ട്. ദെൻ ഈ സർക്കുലർ ഇങ്ങനെ നമ്മൾ കറങ്ങി പോവല്ലോ, അതായത് നമ്മുടെ ക്ലോക്ക് വൈസ് ഒക്കെ ഇങ്ങനെ പോവില്ലേ? ദെൻ ഇങ്ങനെ ഉണ്ടായിരുന്നത് ഇങ്ങനെയാവുന്നു അല്ലേ? ഒരു സർക്കുലർ ഷേപ്പിലാണ് അത് പോകുന്നത്. അപ്പൊ ആ ആരോനെ നമ്മൾ ഒരു സർക്കുലർ ഷേപ്പിലേക്ക് മാറ്റി എഴുതുകയാണ് വേണ്ടത്. അപ്പൊ ആദ്യത്തെ കോളത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ആരോ എങ്ങനെയാവുന്നു? ആദ്യത്തെ കോളമിൽ ഇങ്ങനെ മുകളിലേക്കാണല്ലേ ആരോ കൊടുത്തിട്ടുള്ളത്. ദെൻ അവിടെ ഒരു കോളം ഒഴിച്ചു വിട്ടിട്ടുണ്ട് അല്ലെ? 4ാമതുള്ള കോളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആരോനെ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് എഴുതുക. ഇങ്ങനെ വരച്ചു വെക്കുക ഒരു ആരോ. അതായത് മുകളിലുള്ള ആരോ സർക്കുലറിൽ ഷേപ്പിൽ ഇങ്ങനെ കറങ്ങുകയാണത്.
അപ്പൊ ഇങ്ങനെയുള്ളത് എന്താവും? ഇങ്ങനെയാവും, നേരെയാവും അല്ലേ? സോ അവിടെ വിട്ടിട്ടുള്ള ആദ്യത്തെ കോളത്തിൽ എന്ത് ചെയ്യുക? ഇങ്ങനെ ആരോ വരച്ചു വെക്കുക ഇങ്ങോട്ട്. അതായത് ഫസ്റ്റ് കോളത്തിലുള്ള ആരോ ഇങ്ങനെയാണല്ലോ, ദെൻ നമ്മൾ അതിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരക്കുന്നു. ആരോന്റെ മാർക്ക് ഇങ്ങോട്ടാണ്. ഓക്കെ, ഇങ്ങനെ. ഓക്കെ, വരച്ചോ? ഒരാരോ എങ്ങനെയുണ്ട്? നെക്സ്റ്റ് രണ്ടാമത്തെ ആരോ ഇങ്ങനെയാണ് അല്ലേ ഉള്ളത്? നമുക്ക് തന്നിട്ടുള്ളത് ഇങ്ങോട്ടാണ് ഉള്ളത് അല്ലേ? അതിന് നമ്മൾ താഴോട്ട് വരയ്ക്കുക. അതായത് ഇങ്ങനെ ഉണ്ടായിരുന്ന ആരോ നേരെ താഴോട്ട് പോകും. ഓക്കെ, അതിന് നിങ്ങൾ താഴോട്ട് ആരോ വരച്ചു വെക്കുക. ആദ്യത്തെ കോളത്തിൽ നമ്മൾ ഈ സൈഡിലേക്ക് ആരോ വരച്ചു, ദെൻ താഴേക്ക് വരച്ചു, ലാസ്റ്റ് വൺ മുകളിലേക്കാണ് പോകുന്നത്. ലാസ്റ്റ് വൺ മുകളിലേക്ക്, അതായത് താഴോട്ട് പോയിട്ടുള്ള ആരോ നമ്മൾ മുകളിലേക്ക്, സോറി മുകളിലേക്കല്ല, അതായത് താഴോട്ട് പോയിട്ടുള്ള ആരോ നമ്മൾ ഇങ്ങനെ വരക്കുന്നു. അതായത് ആദ്യത്തെ ആരോ മാർക്ക് നമ്മൾ ഇങ്ങോട്ട് വരച്ചു, ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ താഴോട്ട് വരച്ചു, ദെൻ നെക്സ്റ്റ് നമ്മൾ ഇങ്ങോട്ട് വരക്കുക. അതായത് നിങ്ങളുടെ വലത് ഭാഗത്തേക്ക് എന്ത് ചെയ്യാം? ആരോന്റെ പോയിന്റ് വലത് ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഒരു ആരോ വരച്ചു. മനസ്സിലായോ എങ്ങനെയാണെന്ന്? ആദ്യത്തേത് നിങ്ങൾ എന്താണ് ആസിയ സഫ? വീഡിയോ എന്താണ് ഓഫ് ചെയ്ത മോളെ? എന്താണ്? മിസ് നാലാമത്തെ കോളത്തിലേക്ക് ഇടതുവശത്തേക്ക് വരക്കണ്ട്, വലതുവശത്തേക്ക് വരക്കണ്ട്. നാലാമത്തെ കോളത്തില് ഇടതുവശത്തേക്ക് വരക്കുക. അതായത് ആരോന്റെ പോയിന്റ് നിങ്ങളുടെ ഇടതുവശത്ത് വരുന്ന രീതിയിൽ. അതായത് ഇങ്ങനെ ഇങ്ങനെ. അഞ്ചാമത്തെ കോളത്തിലേക്ക് മുകളിലോട്ടാ വരക്കണ്ടേ? ഇല്ല, അഞ്ചാമത്തെ കോളത്തിൽ യെസ്, മുകളിലേക്കാണ് അഞ്ചാമത്തെ കോളം വരക്കേണ്ടത്. മുകളിലേക്കാണ് ആരോ. പിന്നെ വലതേക്ക്. ക്ലിയർ? ആദ്യം ഇടത് ഭാഗം, ദെൻ അപ്വേർഡ്, പിന്നെ റൈറ്റ് വേർഡ്. ഇടത് മുകളിലേക്ക്, പിന്നെ വലത്തേക്ക്. ക്ലിയർ? അതായത് ഇങ്ങനെ ഇങ്ങനെ ദെൻ ഇങ്ങനെ, അങ്ങനെയാണ് വരിക. ഇടത് മുകളില് വലത്. ക്ലിയർ? വരച്ചു കഴിയുമ്പോ എങ്ങനെയാണ്? നടുവിലുള്ളത് മുകളിലേക്ക് ഉണ്ടാവും, ദെൻ ഒരു സൈഡ് ഇടത്തിലേക്കും മറ്റേത് വലതേക്കും. ആദ്യ പറഞ്ഞ പോലെയാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആണ്? എഡ്വിൻ ചെയ്തോ? എഡ്വിൻ എന്താണ് മോളെ? അതായത് മോളെ സർക്കുലർ ഷേപ്പിൽ അതിങ്ങനെ പോവാണ്. അതായത് ആദ്യത്തെ ആരോ മുകളിലേക്കാണുള്ളത് അല്ലെ? അത് സർക്കുലർ ഷേപ്പിൽ കറങ്ങുന്നത് പോലെ ഇമാജിൻ ചെയ്യാം. ആദ്യത്തേത് മുകളിലേക്കാണ് ആരോ പോകുന്നത്, ദെൻ അത് കറങ്ങി വരികയാണ്, ഇങ്ങനെ കറങ്ങാണ്. അതായത് ഇങ്ങനെയുള്ള ഒരു സാധനം ഇങ്ങനെ കറങ്ങുകയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സാധനം എന്ത് ചെയ്തു? ഇങ്ങനെയുള്ള ആരോ കറങ്ങുമ്പോ ഇങ്ങനെ വന്നു അല്ലെ? കറങ്ങി ഇങ്ങനെ നിന്നു. ദെൻ അവിടുന്ന് വീണ്ടും എന്ത് ചെയ്തു? സെക്കൻഡ് വൺ എന്താണ്? സൈഡിലേക്കാണുള്ളത് അല്ലെ? സൈഡിലേക്കുള്ളത് നേരെ മുകളിലേക്ക് ഇങ്ങനെ കറങ്ങാണ്. അതൊരു സർക്കുലർ ഷേപ്പിൽ കറങ്ങുന്നത് പോലെ ഇമാജിൻ ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. ആദ്യം മുകളിലേക്ക് പോകുന്ന ആരോ കറങ്ങി സൈഡിലേക്ക് വന്നു, ദെൻ അവിടുന്ന് അത് വീണ്ടും കറങ്ങി മുകളിലേക്ക് പോയി, ദെൻ ലാസ്റ്റ് താഴേക്ക് പോയോ ആരോ എന്ത് ചെയ്തു? ആ സൈഡിലേക്ക് ചെരിഞ്ഞു. അതങ്ങനെ സർക്കുലർ ഷേപ്പിൽ കറങ്ങുന്നത് പോലെ ഇമാജിൻ ചെയ്യാണ് വേണ്ടത്. ദെൻ ഇങ്ങനെ ഉണ്ടായിരുന്നത് ഇങ്ങനെയായി, താഴോട്ടുള്ളത് എന്ത് ചെയ്യും? മുകളിലോട്ടായി. അങ്ങനെയാണ്. സൈഡിലേക്കുള്ളത് ലെഫ്റ്റ് സൈഡിലേക്ക് ചേഞ്ച് ചെയ്ത് ഇങ്ങനെ കറങ്ങുന്ന പോലെയാണ്. ക്ലിയർ ആയോ? യെസ്, അതൊരു സർക്കുലർ ഷേപ്പിൽ ഇങ്ങനെ ഇങ്ങനെയുള്ളത് ഇങ്ങനെ കറങ്ങുന്നു, ദെൻ ഇങ്ങനെയുള്ളത് മുകളിലേക്ക് പോകുന്നു. എങ്ങനെയാണ്? നമ്മുടെ ക്ലോക്ക് വൈസ് ഒക്കെ അങ്ങനെയല്ലേ? ക്ലോക്കിലൊക്കെ എങ്ങനെയാണ്? ഇങ്ങനെ കറങ്ങി കറങ്ങി പോവാണല്ലേ ചെയ്യുക. ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്ന സൂചി ഇങ്ങനെയാവുന്നു, ദെൻ അതുപോലെയാണ് അത്. ദെൻ ക്ലിയർ ആയല്ലോ? വരച്ചല്ലോ? ലെഫ്റ്റ്, അപ്വേർഡ്, റൈറ്റ് വേർഡ്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ നമുക്ക് നോക്കാം അല്ലേ? ഫിഫ്ത്ത് വൺ ആദ്യം കൊടുത്തിട്ടുണ്ട് 99.
then 97, 94, 90 ഇത്രയും അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് മോളെ നിത? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറഞ്ഞു മോളെ. ഏത്? നാലാമത്തതില്ലേ? ആ എന്താണ് ക്ലിയർ ആയിട്ടില്ലേ? വരച്ചിട്ടില്ല നിത? ലാസ്റ്റ് വന്നിട്ട് കിട്ടിയിട്ടില്ല. ലാസ്റ്റ് വൺ, അതായത് ആദ്യം ഒന്ന് ലെഫ്റ്റ് വേർഡ് വരച്ചു അല്ലേ? ഇങ്ങനെ വരച്ചു, ഇടത് ഭാഗത്തേക്ക് അതിന്റെ ആരോ വരുന്ന രീതിയിൽ വരച്ചു. ദെൻ മുകളിലേക്ക് വരച്ചു. ദെൻ വലത് ഭാഗത്തേക്ക് ആരോ വരുന്ന രീതിയിൽ വരക്കുക. വലത് ഭാഗത്തേക്ക്. ആദ്യത്തേത് ഇടത് ഭാഗത്തേക്കാണല്ലോ. ദെൻ മൂന്നാമത്തേത് വലത് ഭാഗത്തേക്ക്. ഓക്കെ, എന്താണ് മോനെ അലൻ? മിസ് ഫിഫ്ത് വണ്ണിന്റെ ആൻസർ എനിക്കറിയാം. ആ ഫിഫ്ത് വണ്ണിന്റെ ആൻസർ ദാലം പറയാൻ വേണ്ടി പോകുന്നുണ്ട്. പറയും മോനെ. 12, 24, 36, 48, മോനെ 60, ഫിഫ്ത് വൺ 99, 97, 94, 90, 88, 85, 81. നോ അലൻ, അതെങ്ങനെയാ അലൻ അങ്ങനെ കിട്ടിയത്? ഒന്ന് പറഞ്ഞേ അലൻ. എങ്ങനെയാണ് ആ സീരീസ് പോകുന്നത്? 86 അല്ലേ? അങ്ങനെയല്ല മോനെ അലൻ. നമുക്ക് ആരൊക്കെയോ പറയാൻ വേണ്ടി പോകുന്നുണ്ട്. ആ ആദിത്, എങ്ങനെയാണ് മോനെ ആദിത്? 99, 97, 94, 19, 85, 79, 72. യാ, അതാണ് കറക്റ്റ് ആൻസർ. എങ്ങനെയാണ് അത് അങ്ങനെ കിട്ടിയത് മോനെ ആദിത്? എങ്ങനെയാണ്? 99 2 കുറക്കുമ്പോ 97, 3 കുറക്കുമ്പോ 94, 4 4 കുറച്ചപ്പോ കുറക്കുമ്പോ 90, 90, 5 കുറച്ചപ്പോ 85. ഓക്കെ, 6 കുറക്കുമ്പോ അങ്ങനെയാണ്. അതായത് നമ്മുടെ 2 തൊട്ട് അങ്ങനെയാണ് കേട്ടോ ആദ്യം. അങ്ങനെയാണ് കേട്ടോ മോനെ അലൻ. അങ്ങനെയാണത്. എങ്ങനെയാണെന്ന് വെച്ചാല് ആദ്യം അവിടെ 99 ആണ്. അങ്ങനെയാണോ എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്? ക്ലിയർ ആണോ? എല്ലാവർക്കും അങ്ങനെയാണോ? യെസ്, ആദ്യം അവിടെ 99 ഉണ്ട്. പിന്നെ 97 ആണ് ഉള്ളത്. അപ്പൊ 99 നിന്ന് 2 കുറച്ചു അല്ലെ? 2 മൈനസ് ചെയ്തു. 2 മൈനസ് ചെയ്തപ്പോ എത്ര കിട്ടി? 97 കിട്ടി. ദെൻ വീണ്ടും 3 മൈനസ് ചെയ്തു. അതായത് ഇൻക്രീസ് ചെയ്ത് വരുന്ന വാല്യൂസ് മൈനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? 2, 3, 4, 5, 6, 7, 8 അങ്ങനെയുള്ള നമ്പേഴ്സ് എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നു. അതായത് 99 നിന്ന് 2 കുറച്ചു, 97 കിട്ടി. ദെൻ 3 കുറച്ചു, 94 കിട്ടി. 4 കുറച്ചു, 90 കിട്ടി. 5 കുറച്ചു, 85 കിട്ടി. 6 കുറച്ചു, 79 കിട്ടി. ദെൻ 7 കുറച്ചു, 72 കിട്ടി. അങ്ങനെയാണ് 2, 3, 4, 5, 6, 7 എന്നുള്ള നമ്പേഴ്സ് ഇതിൽ നിന്ന് കുറച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ അതങ്ങനെ 72 നിന്ന് അഗെയിൻ കുറക്കുകയാണെങ്കിൽ 8 കുറക്കും. അങ്ങനെയാണ് അത് പോകുന്നത്. എന്താണ് മോളെ നീത? അപ്പോ 85, 79, 72 ഇതാണ് അതിന്റെ ആൻസേഴ്സ്. 85 എന്താണ്? ആറാമത്തെ അറിയാം നമുക്ക്. ഓക്കെ, ദെൻ ചോദിക്കാം മോളെ. 1 സെക്കൻഡ്. ഫിഫ്ത് ക്ലിയർ ആയോ? ഫിഫ്ത് എല്ലാവർക്കും ക്ലിയർ ആയോ? 2 കുറച്ച് 2, 3, 4, 5 അങ്ങനെ റെഡി ആയോ അലൻ? ക്ലിയർ ആയോ അലൻ? 2, 3, 4, 5, 6 അങ്ങനെ നമ്പേഴ്സ് കുറക്കാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ 6th വൺ നിത അറിയാന്ന് പറയുന്നുണ്ട് അല്ലേ? എങ്ങനെയാണ് മോളെ അത്? 12, 24, 36, 48, 60, 72. ഓക്കെ, 66, 72. അതെങ്ങനെയാണ് ഇത് കിട്ടിയത് മോളെ നിത? അൺമ്യൂട്ട് ചെയ്തേ.
അൺമ്യൂട്ട് ചെയ്യുന്നിതാ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യൂ. ദെൻ അഗെയിൻ മ്യൂട്ട് ചെയ്യല്ലേ. അൺമ്യൂട്ട് ചെയ്യൂ. നിത. ഓക്കെ, നിഹാര. 12 വീതം കൂട്ടിപ്പോകുക. ആ ഓക്കെ, അങ്ങനെയാണത്. എങ്ങനെയാണ്? 12 അതില് ഇൻക്രീസ് ചെയ്തോണ്ടേയിരിക്കുകയാണ് അല്ലേ? അതായത് ആദ്യം 12, then again 12 പ്ലസ് ചെയ്താൽ എത്ര കിട്ടും? 12 പ്ലസ് 12 24, again 24 പ്ലസ് 12 36, 36 പ്ലസ് 12 48, 48 പ്ലസ് 12 66. അങ്ങനെയാണ്. അപ്പൊ 48 66 സോറി 60 ആണ് അല്ലേ? 48 60 അല്ലേ? ഓക്കെ, 48 60 then 72, 48 60 72. അങ്ങനെ 12 പ്ലസ് ചെയ്താണ് വരുന്നത് അല്ലേ? മനസ്സിലായോ എങ്ങനെയാണെന്ന്? 12 ആണ് അതില് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആയോ റിലു? ഓക്കെ, സിദ്ധാന്ത് ചെയ്യുന്നില്ലേ മോനെ? സിദ്ധാന്ത് നോ. ക്ലിയർ ആയില്ലേ മോനെ സിദ്ധാന്ത്? യെസ്, ഓക്കെ. ജൂലിയറ്റ് ചെയ്ത മോളെ? ബെനീറ്റ് ചെയ്യുന്നില്ലേ? ഓക്കെ. ജോഷിൻ ചെയ്തോ? ജോഷിൻ? യെസ്. ദെൻ ലാസ്റ്റ് നോക്കാം അല്ലേ? ഒരു ക്ലോക്കിന്റെ ആണ് അവിടെ ഉള്ളത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ? അത് കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും? ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ക്ലോക്കിൻ്റെത് എങ്ങനെയാണ് വരികയെന്ന്. ഓക്കെ, നമ്മുടെ ഏഞ്ചലിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏഞ്ചലിനോട് ചോദിക്കാം എങ്ങനെയാണ് ചെയ്തത്. അൺമ്യൂട്ട് ചെയ്ത ഏഞ്ചൽ. 2 വെച്ച് കൂടുന്നു. 2 വെച്ച് കൂടുന്നു. എല്ലാത്തിലും 2 ആണോ കൂടുന്നത്? എത്രയാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്? ലാസ്റ്റ് 2 ക്ലോക്ക് 1 6. 1 മണിയും 6 മണിയുമാണ്. അപ്പൊ 2 വെച്ച് ഇൻക്രീസ് ചെയ്യാണോ ചെയ്യുന്നത്? അല്ല, എല്ലാത്തിലും 2 വെച്ചിട്ടാണോ ഇൻക്രീസ് ചെയ്യുന്ന മോളെ ഏഞ്ചൽ? നോ. നോ. 2 3 4 5 6 അങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ ഏഞ്ചൽ? യെസ്. യെസ്. അതെങ്ങനെയാണ് നോക്കാം നമുക്ക്. എങ്ങനെയാണ് ആദിത്യന് കിട്ടിയിരുന്നോ അത്? യെസ്. കിട്ടിയല്ലേ? ആദിത്യ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് എങ്ങനെയാണെന്ന്? യെസ്. ഓക്കെ, എങ്ങനെയാണ് മോനെ? 4 2 3 കൂട്ടിയാലേ 6 കിട്ടി. ഇത് 5 കിട്ടി. ഓക്കെ, ഞാൻ പറയാം. ആദ്യം എത്ര മണിയാണുള്ളത്? 4 o'clock ആണുള്ളത് അല്ലേ? 4 o'clock 4 മണിയാണ്. ദെൻ 6 o'clock ആണ്. ദെൻ 9 o'clock. അതെങ്ങനെയാണ് അങ്ങനെ വരുന്നതെന്ന് നോക്കാം. ആ 3 എണ്ണം എങ്ങനെയാണ് അങ്ങനെ കണ്ടിന്യൂസ് വരുന്നത് എന്ന് നോക്കിയാൽ എന്താണ് മോളെ ആവണി? ഓക്കെ, അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത്? മിസ് 6-ാം എന്ന് പറഞ്ഞു തരുക. 6th one എങ്ങനെയാണെന്ന് വെച്ചാൽ മോളെ 12 വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ആദ്യം 12 ഉണ്ട്. 12 പ്ലസ് 12 24, 24 പ്ലസ് 12 36, 36 പ്ലസ് 12 48, 48 പ്ലസ് 12 60, then 60 പ്ലസ് 12 72, 48 60 72, 48 60 72. ഓക്കെ, 12 വെച്ച് അതിങ്ങനെ ഇൻക്രീസ് ചെയ്യാണ്. ആസിയ
പറ മോളെ. ഓക്കെ, ക്ലോക്കിന്റെ നമുക്ക് പറയാം അല്ലെ. അതെങ്ങനെയാണെന്ന് റിലു എങ്ങനെയാണെന്ന് ചെയ്തിട്ടുണ്ടോ റിലു? യെസ്, എങ്ങനെയാണത്? ഫസ്റ്റ് 12:04. 4 മണി, 4 o'clock. പിന്നെ 2 അക്കം കൂട്ടണം. അപ്പം 12:06. 6 മണി. അങ്ങനെ പറയുന്നതിനേക്കാൾ മോളെ റിലു ഇങ്ങോട്ട് ശ്രദ്ധിക്ക്. ആദ്യമുള്ളത് എന്താണ്? 4 മണിയാണ് അല്ലെ, 4 o'clock ആണ്. പിന്നെ 6 o'clock വരുന്നു, 9 o'clock വരുന്നു. അപ്പൊ അതിന്റെ കൂടെ എങ്ങനെയാന്ന് വെച്ചാല് 4 മണി എന്നുള്ളതിന്റെ കൂടെ 2 മണിക്കൂർ കൂട്ടുമ്പോ എത്ര കിട്ടും? 6 മണി കിട്ടും അല്ലെ. അപ്പൊ 4 + 2 6 മണിയാണ്, 6 o'clock ആണ്. ദെൻ അത് കഴിഞ്ഞിട്ട് 6 + 3 എത്ര വരും? 9 ആണ് അല്ലെ. സോറി, 4 2 6 മണി, 6 3 അല്ലേ. 3 വരുമ്പോ എത്ര വരും? 9 മണി വരും അല്ലേ. 9 മണി. ദെൻ അതിന്റെ കൂടെ എത്ര കൂട്ടി? 9 1 2 3 4 4 കൂട്ടുമ്പോ എത്ര കിട്ടും? 1 മണി കിട്ടും അല്ലേ. 1 മണി. 1 മണിയുടെ കൂടെ 5 കൂട്ടിയാല് എഗെയിൻ 6 മണി കിട്ടും. നോക്കുക, 1 മണിയാണ്. 1 2 3 4 5 6 5 നമ്മള് കൂട്ടി അല്ലേ. അപ്പൊ 6 മണിയാണ് കിട്ടുന്നത്. 1 മണിയും 6 മണിയാണ് ക്ലോക്കിലെ സമയം വേണ്ടത്. അപ്പൊ 1 മണിയും 6 മണിയും അവിടെ വരച്ചു കൊടുക്കണം അല്ലേ ആസിയ? അങ്ങനെയല്ലേ മോളെ? അപ്പോ 2 3 4 5 എന്നിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ആദ്യം 4 മണിയാണ്, 2 3 4 5. ദെൻ 4 മണിയുടെ കൂടെ 2 കൂട്ടിയപ്പോ എത്ര കിട്ടി? 6 മണി കിട്ടി, 6 o'clock കിട്ടി. Then again +3 9 o'clock. Then again +4 1 o'clock. Then again +5 എത്ര കിട്ടി? 6 o'clock. അങ്ങനെയാണ് അത് വരുന്നത്. ഓക്കെ, അപ്പൊ അത് അങ്ങനെയാണ് പോകുന്നത്. ക്ലിയർ ആയോ? 2 hours 3 4 5 ഇങ്ങനെ ഓരോ മണി ഇത് കൂട്ടി വരികയാണ് അല്ലെ. 2 3 4 5 ഇങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ടാണ് എങ്ങനെ കിട്ടുന്നത്? ലാസ്റ്റത്തെ ക്ലോക്കിൽ എത്ര കിട്ടും? 1 മണി കിട്ടും, 6 മണിയും കിട്ടും. 2 ക്ലോക്കിൽ നമ്മൾ വരച്ചു കൊടുക്കേണ്ടത് അങ്ങനെയാണ്. മനസ്സിലായോ? ആയോ? ക്ലിയർ ആയോ? അതായത് ആദ്യത്തേത് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു അല്ലെ. 2 കൂടി വരുന്നു, 3 dot 5 dot 7 dot. പിന്നെ 3 10 അതിന്റെ ഹാഫ് 5 20 10 30 50 40 20 50 അങ്ങനെ വരുന്നു. ദെൻ ഫോർത്ത് നമ്മൾ പറഞ്ഞു, അതായത് സൈഡ് അപ്വേർഡ് റൈറ്റ് സൈഡ്. ദെൻ ഫിഫ്ത്ത് 99 97 94. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം 2 കുറച്ചു, 3 കുറച്ചു, 4 കുറച്ചു, 5 കുറച്ചു, 6 കുറച്ചു അല്ലെ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പേഴ്സ് മൈനസ് ചെയ്ത് വരുന്നു. ദെൻ സിക്സ്ത് 12 പ്ലസ് ചെയ്യുന്നു അല്ലെ. 12 + 12 24, 24 + 12 36, 36 + 12 48, 48 + 12 60, 60 + 12 72. Then last one clock 4 o'clock, 6 o'clock, 9 o'clock, 1 o'clock, and then again 6 o'clock. Clear? Okay. Then നമുക്ക് ഉള്ളത് അത് രണ്ടും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഹോംവർക്ക് ആയി ചെയ്യാൻ പറഞ്ഞു അല്ലേ. അവർ സ്പോർട്ടിംഗ് ഹീറോസ് ആൻഡ് ഹൗസ് ആർട്ട്. ദെൻ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ചെയ്യാത്തവർ എന്ത് ചെയ്യണം? അത് രണ്ടും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചെയ്തിട്ട് വേണം വരാൻ വേണ്ടി. അത് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാനുള്ളതാണ്.
എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്കിപ്പോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? നമ്മുടെ സമയം കഴിഞ്ഞു. ഓക്കെ, എന്തെങ്കിലും ഈ കംപ്ലീറ്റ് സീരീസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ദെൻ നമുക്കിപ്പോ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ അത് രണ്ടും എടുക്കാം. അപ്പൊ അത് രണ്ടും എന്ത് ചെയ്യണം? അത് രണ്ടും ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരാൻ വേണ്ടി. ഓക്കെ.